നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മിന്നുന്ന വിജയം. കോർപ്പറേഷൻ ഭരണവും പുത്തൂർ പാണഞ്ചേരി പഞ്ചായത്തുകളും തിരിച്ചുപിടിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDF നിലനിർത്തി. ആകെ 14 സീറ്റിൽ 9 എണ്ണം നേടി. UDFന് 5 സീറ്റ്. ജില്ലാ പഞ്ചായത്തിലേക്ക് PG ഡിവിഷനിൽ നിന്ന് PS വിനയനും വാഴാനി ഡിവിഷനിൽ നിന്ന് മേരി തോമസും പുത്തൂർ ഡിവിഷനിൽ നിന്ന് EA ഓമനയും വിജയിച്ചു. മാടക്കത്ര പഞ്ചായത്ത് LDF ഭരണം നിലനിർത്തി. തെക്കുംകര പഞ്ചായത്തും LDF ഭരണം നിലനിർത്തി. നടത്തറ പഞ്ചായത്തും LDF നിലനിർത്തി. പുത്തൂർ പാണഞ്ചേരി കോൺഗ്രസ് പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. വോട്ടെണ്ണലും പൂർത്തിയായി. ത്രിതല പഞ്ചായത്തുകളുടെ വോട്ടെണ്ണുന്ന 16 കേന്ദ്രങ്ങളും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ 8 കേന്ദ്രങ്ങളും ജില്ലാ പഞ്ചായത്തിന്റെ പോസ്റ്റൽ ബാലറ്റ് കൌണ്ടിംഗ് കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിലും ഉൾപ്പെടെ 25 കേന്ദ്രങ്ങൾ തൃശൂർ ജില്ലയിൽ സജ്ജീകരിച്ചിരുന്നു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റേത് കുട്ടനല്ലൂർ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലും, കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ അളഗപ്പനഗർ ത്യാഗരാജർ പോളിടെക്നിക് കോളേജിലും, തൃശൂർ കോർപ്പറേഷന്റെ വോട്ടെണ്ണൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മില്ലേനിയം ഓഡിറ്റോറിയത്തിലും, വടക്കാഞ്ചേരി നഗരസഭയുടെ വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ടെണ്ണൽ നടത്തി. തൃശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 33 സീറ്റ് നേടി കോൺഗ്രസ് ഭരണത്തിലേക്ക്. വിജയത്തിനിടെ ചില പ്രമുഖരുടെ തോൽവി UDFന് ക്ഷീണം ചെയ്തു. UDF ഉപനേതാവ് ജോൺ ഡാനിയലിന്റെ തോൽവി എടുത്തു പറയേണ്ടതാണ്. കേവലം 14 വോട്ടിന് തോറ്റ മണ്ണുത്തി ഡിവിഷനിലെ MU മുത്തുവിന്റെ തോൽവിയും കോൺഗ്രസിന് ക്ഷീണമായി. ഏത് മുന്നണിയിൽ നിന്ന് മത്സരിച്ചാലും ജയിക്കുന്ന ML റോസി വിസ്മയമായി നിൽക്കുന്നു. ഏറ്റവും കടുത്ത മത്സരം നടന്ന കൃഷ്ണപുരം സീറ്റിൽ ബീന മുരളിയെ വീഴ്ത്തി LDF വിജയിച്ചു. വിമതശല്യം ഇല്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഇതിലും മികച്ച വിജയം നേടുമായിരുന്നു. ഈ വിജയം വരുന്ന നിയമസഭ വരെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൂടുതൽ ഊർജം നൽകും. 10 വർഷം തുടർച്ചയായി നടത്തിയ ഏകാധിപത്യ ഭരണം, സ്വന്തക്കാർക്ക് മാത്രം വികസനം എന്ന നയം LDFനെ വോട്ടർമാർ പാഠം പഠിപ്പിച്ചു. പാണഞ്ചേരിയിൽ കോൺഗ്രസുകാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിജയമാണ് കണ്ടത്. തലമുതിർന്ന നേതാക്കളാരും പഞ്ചായത്തിലെ പ്രവർത്തനത്തിനെത്തിയില്ലെങ്കിലും പ്രാദേശിക പ്രവർത്തകർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചതാണ് വിജയം കൊണ്ടുവന്നത്. പഞ്ചായത്തിന്റെ വികസനമില്ലാത്ത ഭരണം തോൽവിയിലേക്ക് നയിച്ചു. മാടക്കത്രയിലെ LDF വിജയം വികസനത്തിനും ജനസേവനത്തിനും മെമ്പർമാർ നൽകിയ സംഭാവനയായിരുന്നു. UDF ചിത്രത്തിലേ ഇല്ലായിരുന്നു. വിമതശല്യം ഇല്ലാതാക്കാനോ പടലപ്പിണക്കം ഒഴിവാക്കാനോ മുതിർന്ന നേതാക്കൾ ആരും ശ്രമിച്ചില്ല. ഇതുതന്നെ BJPക്കും സംഭവിച്ചതായി കരുതുന്നു. എങ്കിലും ഒരു സീറ്റ് പിടിച്ച സാന്നിധ്യം നിലനിർത്തി. നടത്തറ പഞ്ചായത്ത് അവസാനം വരെ ഭരണം കൈവിട്ട അവസ്ഥയായിരുന്നു. ഒടുവിൽ ഒരു സീറ്റിന്റെ ബലത്തിൽ ഭരണം നിലനിർത്താനായി. നടത്തറയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ വൈസ് പ്രസിഡന്റ് PR രജിത്ത് തോറ്റത് വലിയ ക്ഷീണമായി. മൂർഖനിക്കര ബാങ്ക് വിഷയം വലിയ ക്ഷീണമുണ്ടായി എന്ന് പറയാം. കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിന്നെങ്കിലും മണ്ഡലം പ്രസിഡന്റിന്റെ മരണം അവരെ നിശ്ചലമാക്കി. മൊത്തത്തിൽ ഈ പ്രദേശത്ത് കോൺഗ്രസിന്റെ ഒരു വൻ തിരിച്ചുവരവ് കാണുന്നു. മന്ത്രി K രാജന്റെ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി വോട്ടുകൾ കരസ്ഥമാക്കാൻ LDFന് കഴിയാത്തത് കോൺഗ്രസ് മുതലെടുത്തില്ല. സുവോളജിക്കൽ പാർക്കടക്കം പഞ്ചായത്തിലും മിക്ക റോഡുകളിലും BMBC നിലവാരത്തിൽ പണിതതും പാലങ്ങൾ പുതുക്കി പണിതതും നിരവധി ഹൈമാസ്റ്റ് വിളക്കുകൾ സ്ഥാപിച്ചതും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടിയില്ല. അതിന്റെ ഫലം UDFന് വൻ വിജയമായി. പുത്തൂരിൽ പാർട്ടിയെ നയിക്കാൻ മുൻനിര നേതാക്കൾ എത്തിയില്ലെങ്കിലും പ്രാദേശിക നേതാക്കൾ കാര്യമായി പണിയെടുത്തതിന്റെ ഫലമായിരുന്നു വിജയം. മുക്കാട്ടുകര UDF ശ്യാമള മുരളീധരൻ 156 വോട്ടിന് ജയിച്ചു. നെട്ടിശ്ശേരി UDF സിൻഡോമോൾ സോജൻ 323 വോട്ടിന് ജയിച്ചു. മണ്ണുത്തി LDF അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ് TA 13 വോട്ടിന് വിജയിച്ചു. കണിമംഗലം NDA പത്മിനി ഷാജി 33 വോട്ടിന് ജയിച്ചു. പനമുക്ക് UDF ഷീനചന്ദ്രൻ 46 വോട്ടിന് വിജയിച്ചു. അരണാട്ടുകര UDF ഇബിത വാസു 761 വോട്ടിന് വിജയിച്ചു. ഒല്ലൂക്കര UDF K ഗോപാലകൃഷ്ണൻ 99 വോട്ടിന് ജയിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൃഷ്ണപുരം LDF സൗമ്യ പ്രതീഷ് 579 വോട്ടിന് ജയിച്ചു. കുട്ടനല്ലൂർ UDF ഹരീഷ് മോഹൻ 412 വോട്ടിന് ജയിച്ചു. തൃശൂർ കോർപ്പറേഷൻ ചേലക്കോട്ടുകര UDF TR സന്തോഷ്, കാളത്തോട് ML റോസി, പറവട്ടാനി LDF ജീസ് ജോർജ്, കിഴക്കുംപാട്ടുകരയിൽ UDF ഡോക്ടർ നിജി ജസ്റ്റിൻ, ചെമ്പുക്കാവ് UDF അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റിൻ ചാക്കോള, മിഷൻ ക്വാർട്ടേഴ്സ് UDF ബൈജു വർഗീസ്, കുരീച്ചിറ ഷോമി ഫ്രാൻസിസ്, വളർക്കാവ് UDF മേഴ്സി അജി, പടവരാട് UDF പ്രവീൺ ലാൽ, ഒല്ലൂർ കരോളി ജോഷുവ എന്നിവർ വിജയിച്ചു. കണ്ണംകുളങ്ങരയിൽ NDA ജയിച്ചു. എടക്കുന്നിയിൽ UDF സ്ഥാനാർത്ഥി ജയിച്ചു. തേക്കിൻകാട് NDA വിജയിച്ചു. വാർഡ് 31 കരോളി ജോഷുവ, വാർഡ് 29 രശ്മി ഉണ്ണികൃഷ്ണൻ, 35 വാർഡ് മുംതാസ്,
വാർഡ് 36 പൂർണിമ സുരേഷ്, എടക്കുന്നി വാർഡ് 29 രശ്മി ഉണ്ണികൃഷ്ണൻ എന്നിവർ വിജയിച്ചു. ചിയാരം ലിംന ജോർജ്, തിരുവമ്പാടി അഡ്വക്കേറ്റ് എം രേഷ്മ മേനോൻ എന്നിവർ വിജയിച്ചു. വടൂക്കരയിൽ സിജിത് MS LDF വിജയിച്ചു. കാര്യാട്ടുകര കെ സുമേഷ്, തൃശൂർ കോർപ്പറേഷൻ ചിയാരം സൗത്ത് റാഫി ജോസ് എന്നിവർ വിജയിച്ചു. കുരീച്ചിറ വെസ്റ്റ് ജേക്കബ് പുലിക്കോട്ടിൽ, നെടുപുഴ പ്രിൻസി റോജൻ, കൊക്കാല NDA സ്ഥാനാർത്ഥി വിൻഷി അരുൺകുമാർ, പൂങ്കുന്നം രഘുനാഥ് സി മേനോൻ NDA, കുട്ടൻകുളങ്ങര അഞ്ജലി രാഗേഷ് UDF, പാട്ടുരായ്ക്കൽ AV കൃഷ്ണമോഹൻ NDA, വിയൂർ അരുൺ തടത്തിൽ UDF, പെരിങ്ങാവ് ശാരി കിഷോർ കുമാർ എന്നിവർ വിജയിച്ചു. ഗാന്ധിനഗറിൽ അഡ്വക്കേറ്റ് സുബി ബാബു UDF വിജയിച്ചു. ഒളരി UDF സ്ഥാനാർത്ഥി സാജൻ C ജോർജ് വിജയിച്ചു. ഒല്ലൂർ സെന്ററിൽ പോളി ജോസ് UDF വിജയിച്ചു. ലാലൂരിൽ UDF സ്ഥാനാർത്ഥി ലാലി ജെയിംസും വിജയിച്ചു. എൽത്തുരുത്ത് ഷാജു കുണ്ടോളി LDF, ചേറ്റുപുഴ ബാബുരാജ് UDF എന്നിവർ വിജയിച്ചു. പൂങ്കുന്നം BJP, കുട്ടൻകുളങ്ങര UDF, പാട്ടുരായ്ക്കൽ BJP ജോൺ ഡാനിയൽ 98 വോട്ടിന് തോറ്റു അദ്ദേഹം. ഡിവിഷൻ 23 UDF, മിഷൻ ക്വാർട്ടേഴ്സിൽ ബൈജുവിനോട് ജോർജ് ചാണ്ടിയും തോറ്റു. അഭിവാദങ്ങൾ 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 UDF-ൻ അഭിവാദങ്ങൾ UDF-ൻ അഭിവാദങ്ങൾ UDF-ൻ അഭിവാദങ്ങൾ UDF-ൻ അഭിവാദങ്ങൾ 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 UDF-ൻ അഭിവാദങ്ങൾ UDF-ൻ അഭിവാദങ്ങൾ ദുർഗാവിനുവിൻ അഭിവാദങ്ങൾ ദുർഗാവിനുവിൻ അഭിവാദങ്ങൾ സൈഡിലേക്ക് ചുവപ്പല്ല 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 തൃശൂർ കോർപ്പറേഷൻ ചുവപ്പല്ല തൃശൂർ കോർപ്പറേഷൻ ചുവപ്പല്ല 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 തൃശൂർ കോർപ്പറേഷൻ ചുവപ്പല്ല നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് UDF സിന്ദാബാദ് UDF സിന്ദാബാദ് ചോപ്പാണ് ചോപ്പാണ് രാമവർമ്മപുരത്തെ ചോപ്പാണ് 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 രാമവർമ്മപുരത്തെ ചോപ്പാവണ് നിങ്ങളറിഞ്ഞോ നാട്ടാരെ നിങ്ങളറിഞ്ഞോ നാട്ടാരെ ഇല്ലടത്ത് ചോപ്പാണ് ഇല്ലടത്ത് ചോപ്പാണ് മെല്ലവാ മെല്ലവാ
അതെ ഞാൻ ആദ്യമായിട്ട് ഒല്ലൂക്കരയിലെ പ്രിയപ്പെട്ട എനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർക്ക് നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ എന്നെ വിജയിപ്പിക്കാനായിട്ട് എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. സ്നേഹം നിറഞ്ഞ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ നല്ലവരായ ഒല്ലൂരിലെ എല്ലാവർക്കും ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ദൈവത്തിനും നിങ്ങൾക്ക് ഓരോ വോട്ടർമാർക്കും നന്ദി പറയുകയാണ്. സത്യവും നീതിയും ഇവിടെ വിജയിക്കുമെന്നതിനുള്ള തെളിവ് തന്നെയാണ് ഈ ഡിവിഷൻ UDFന് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളത്. നമ്മൾ ഏത് മാർഗത്തിലൂടെയാണ് ജീവിക്കുന്നതെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് നമുക്ക് ഈ വിജയത്തിലൂടെ കാണിക്കാനായി സാധിച്ചു. എല്ലാ വോട്ടർമാർക്കും കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാ പാർട്ടി നേതാക്കൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഞാൻ ഇന്നാമനത് 32 GRM ഡിവിഷനിലെ കൗൺസിലറായി വിജയിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. പ്രിയ വോട്ടർമാർക്ക് ഒരുപാട് നന്ദി കൂടി ഞാൻ പറയുകയാണ്. 471 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ചേർത്ത് നിർത്തിയതിനും കൂടെ നിർത്തിയതിനും ഒക്കെ ഒരുപാട് നന്ദി. മൂന്നത്തെ 1-ാം ഡിവിഷനിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് BJP ജയിക്കുന്ന ഒരു ഡിവിഷനാണ്. ജനങ്ങൾക്കൊപ്പം BJPക്കൊപ്പം ജനങ്ങൾ നിൽക്കുന്ന ഒരേ ഒരു ഡിവിഷനാണ് പൂങ്കുന്നം ഡിവിഷൻ. കഴിഞ്ഞ 30 വർഷമായിട്ടത് തൃശ്ശൂരിൻ്റെ ഗുജറാത്തായിട്ട് ജനങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണ്. ആ പൂങ്കുന്നത്തിൻ്റെ വികസന തുടർച്ചയ്ക്ക് ജനങ്ങൾക്കൊപ്പം ഞാൻ എന്നും ഉണ്ടാകുന്ന ഉറപ്പ് ഞാൻ ഈ സമയത്ത് നൽകുന്നു. അതോടൊപ്പം തന്നെ പൂങ്കുന്നത്തെ മുഴുവൻ BJP പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വലിയൊരു കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം. എല്ലാവർക്കും ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു. തൃശ്ശൂർ കോർപ്പറേഷനിലെ ഒല്ലൂക്കര മേഖലയിലെ വളരെ വിജയം കൈവരിച്ചു വന്ന 4 സ്ഥാനാർത്ഥികളാണ്. വളരെ സന്തോഷത്തോടുകൂടി ഒന്നിനോടൊന്ന് മുട്ടി പൂർവാധിക ശക്തിയോടും ഉന്മേഷത്തോടു കൂടി ഒല്ലൂക്കര മേഖലയെ പിടിച്ച് നിർത്തി LDF സ്ഥാനം വയ്ക്കും. വളരെ സന്തോഷപ്രദമായി ഞങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിനും ജനസമക്ഷമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നുള്ള ഉത്തമ ബോധ്യം ഞങ്ങളിലുണ്ടെന്നും മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള മേഖല തന്നെയാണ് ഒല്ലൂക്കര മേഖല. തീർച്ചയായിട്ടും ഞങ്ങളുടെ സേവനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവൃത്തികൾ ഞങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും സജീവമായി പങ്കെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളത് പൂർണ്ണ ഉറപ്പും അതിൽ പ്രത്യാശയും അതുപോലെയുള്ള ജനങ്ങളുടെ എല്ലാ അഭിലാഷങ്ങളും നിറവേറ്റാനാണ് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. 10 വർഷക്കാലം ചെയ്തിട്ടുള്ള വികസന പരിപാടികൾ തൃശ്ശൂർ കോർപ്പറേഷനെ മുൻനിർത്തുമ്പോൾ ഇതിലേറെ കിട്ടേണ്ടതായിരുന്നുവെങ്കിലും ഞങ്ങൾക്ക് സംഘടനാനാവില്ല. അതിലേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ 10 വർഷം നടപ്പിലാക്കാൻ സാധിച്ചത്. ഇനിയും തുടർന്ന് ഇപ്പോൾ കാണുന്നതല്ല മാറി മാറി വരുന്ന തരംഗങ്ങളായാലും ഞങ്ങൾക്ക് സജീവമായും വളരെ സംതൃപ്തിയോടെ നീങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ നീങ്ങുന്നത്. കൃത്യമായും ഞങ്ങളുടെ ഈ വിജയം ജനങ്ങളിലൂടെ വന്നിട്ടുള്ള വിജയം തീരെ സുനിശ്ചിതമാണെന്ന് വളരെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ നിങ്ങളെ അറിയിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നെഞ്ചേറ്റിയ മണ്ണുത്തിയിലെ മുഴുവൻ വോട്ടർമാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒല്ലൂർ സെൻട്രൽ 28-ാം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയെ വന്നതിൽ ജയിച്ചതിൽ വളരെയധികം സന്തോഷം. വോട്ട് ചെയ്തിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. ചിയാര 34-ാം ഡിവിഷൻ ചിയാര സൗത്ത് ഞാൻ വിജയിച്ചിരിക്കുന്നു. എൻ്റെ വിജയം എൻ്റെ ജനങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇനിയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. ഞാൻ ഡോക്ടർ നിജി ജസ്റ്റിൻ കിഴക്കുംപാട്ടുകര 21-ാം ഡിവിഷനിൽ നിന്ന് വിജയിച്ചു വന്നു. എനിക്ക് വോട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വോട്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി വോട്ട് തേടിയവർക്ക്, എനിക്ക് പിന്തുണ നൽകിയവർക്ക്, എന്നെ കൂടെ നിർത്തിയവർക്ക്, എന്നെ ഒപ്പം കൊണ്ടു നടന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഹരീഷ് മോഹൻ കുട്ടലൂർ 17-ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥി മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ്. എനിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ സഹപ്രവർത്തകർക്കും എല്ലാ ജനങ്ങൾക്കും എൻ്റെ കൂടെ നിന്ന് ഇത്രയും ദിവസം
രാവും പകലില്ലാതെ എൻ്റെ കൂടെ നിന്ന് സഹകരിച്ച എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ ജനങ്ങളോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ നിർത്തുന്നു. ഞാൻ മേഴ്സി അജി ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി 25-ാം ഡിവിഷൻ വളർക്കാവിലും മത്സരിക്കുകയുണ്ടായി. വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലവരായ വളർക്കാവ് നാട്ടുകാരോട് ഏറ്റവും ആദ്യമേ തന്നെ ഞാൻ നന്ദി പറയുകയാണ്. ഒപ്പം തന്നെ എന്നെ ഇത്രയും കൂടെ കൊണ്ടു നടന്ന് എന്നെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ച എൻ്റെ പ്രവർത്തകരോടും ഏറ്റവും നല്ല രീതിയിൽ ഞാൻ നന്ദി പറഞ്ഞു. പേര് അഡ്വക്കേറ്റ് വില്ലി ജിജോ, ചേറൂർ ഡിവിഷനിൽ നിന്നും 401 വോട്ടിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാനറിൽ മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ്. എന്നെ വിജയിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാർക്ക് ഒരുപാട് നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ചേറൂർ ഡിവിഷന്റെ കൗൺസിലർ തന്നെയായിരുന്നു, സിറ്റിംഗ് കൗൺസിലർ ആയിരുന്നു. ഇപ്രാവശ്യം ജനറൽ സീറ്റിൽ മത്സരിച്ചു. എന്നെ വോട്ട് ചെയ്ത സഹായിച്ച എൻ്റെ എല്ലാ വോട്ടർമാർക്കും പ്രത്യേകം നന്ദിയും, ഒപ്പം എൻ്റെ കൂടെ ഈ വിജയത്തിനോടൊപ്പം എന്നെ വിജയിപ്പിക്കാനായിട്ട് പ്രയത്നിച്ച എൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഒരുപാട് നന്ദി. അത് വാക്കുകൾ രേഖപ്പെടുത്താവുന്നതല്ല. CM 42-ാം ഡിവിഷൻ കുറുക്കഞ്ചേരിയിലെ സ്ഥാനാർത്ഥിയായിരുന്നു, വിജയിച്ചിരിക്കുന്നു. 251 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. എന്നെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇവരെയൊക്കെ കൂട്ടായ്മ കൊണ്ടും എല്ലാം കൊണ്ടാണ് നമ്മൾ വിജയിച്ചത്. എല്ലാവർക്കും നന്ദി പറയുന്നു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്തുകളുടെ വോട്ടുകൾ എണ്ണിയ കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിൽ ഒരുക്കിയത് കനത്ത സുരക്ഷ. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പാണഞ്ചേരി, നടത്തറ, പുത്തൂർ, മാടക്കത്ര എന്നീ 4 പഞ്ചായത്തുകളുടെ വോട്ടുകൾ കുട്ടനല്ലൂർ ഗവൺമെന്റ് കോളേജിൽ എണ്ണി. രാവിലെ മുതൽ സ്ഥാനാർത്ഥികളെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും മാത്രം വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു. കനത്ത സുരക്ഷയിലായിരുന്നു വോട്ടെണ്ണൽ. പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കർശനമായ സുരക്ഷാ സംവിധാനത്തിലൂടെ അർഹതയുള്ളവരെ പാസ് മുഖേന അകത്തുകടത്തി. കേന്ദ്രത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ദേഹപരിശോധന ഉൾപ്പെടെ നടത്തി. മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് വാച്ചുകൾ, ഹെഡ്ഫോണുകൾ എന്നിവ കർശനമായി നിരോധിച്ചിരുന്നു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ ജയിച്ചവർ ആകെ വാർഡുകൾ 14, UDF 5, LDF 9 എന്നിങ്ങനെയാണ്. വാർഡ് 1 ജെയ്മി ജോർജ് LDF, 2ാം വാർഡ് അബൂബക്കർ KA LDF, വാർഡ് 3 മിനി ടീച്ചർ UDF, വാർഡ് 4 മാത്യു നൈനാൻ LDF, വാർഡ് 5 TK ശ്രീനിവാസൻ തണ്ടാശ്ശേരി UDF, വാർഡ് 6 അഭിലാഷ് KC UDF, വാർഡ് 7 മിനി ഉണ്ണികൃഷ്ണൻ LDF, വാർഡ് 8 അഖിൽ PS LDF, വാർഡ് 9 ബിന്ദു കാട്ടുങ്ങൽ UDF, 10ാം വാർഡിൽ പ്രിൻസി അക്കരപ്പുറം UDF, വാർഡ് 11 ഗീത രവീന്ദ്രാക്ഷൻ LDF, വാർഡ് 12 ശ്രീവിദ്യ രാജേഷ് LDF, വാർഡ് 13 രാജി ഗരീജ LDF, വാർഡ് 14 PR സുരേഷ് ബാബു LDF. മാടക്കത്ര പഞ്ചായത്ത് ഭരണം LDF-ന്. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൽ ജയിച്ചവർ വാർഡ് 1 അമൃത വിനോദ് LDF, 2ാം വാർഡിൽ ദിവ്യ ടീച്ചർ UDF, വാർഡ് 3 ജോൺസൺ മല്ലിയത്ത് UDF, വാർഡ് 4 സന്ദീപ് KS LDF, 5 സണ്ണി ചെന്നിക്കര LDF, 6ാം വാർഡിൽ ഗ്രേസി ജെയിംസ് LDF, വാർഡ് 7 ജിത്ത് ചിറക്കക്കോട് NDA, വാർഡ് 8 സുജിത രമേശ് LDF, അശോകൻ ആലുക്കൽ LDF, വാർഡ് 9 വാർഡ് 10 ഗീതു രതീഷ് LDF, 11 ജെയ്സൺ ജോണി LDF, 12 തുളസി സുരേഷ് LDF, 13 സാവിത്രി രാമചന്ദ്രൻ LDF, വാർഡ് 14 മിനി സുരേഷ് LDF, വാർഡ് 15 KP പ്രശാന്ത് LDF, വാർഡ് 16 അഡ്വക്കേറ്റ് രുദ്ര VS LDF, വാർഡ് 17 സതി അജയൻ LDF, വാർഡ് 18 സുകന്യ ബൈജു LDF. കുറവുണ്ടായി എന്ന് വാദിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നത് മൂടന്മാരുടെ സ്വർഗത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിൽ 2 പഞ്ചായത്തുകളിൽ സാങ്കേതികമായി നാം ഇത്തിരി പിറകിൽ പോയി, ചില വാർഡുകൾ തോറ്റു എന്നിരിക്കെ ആ 4 പഞ്ചായത്തുകളുടെ രാഷ്ട്രീയ ബലാബലം പരിശോധിക്കുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കെടുക്കുമ്പോൾ ഈ നിയോജക മണ്ഡലത്തിൽ 2000-ലേറെ വോട്ടിന് ഇടതുപക്ഷ അതിന്റെ രാഷ്ട്രീയ വിജയം നേടി നിൽക്കുകയാണ്. ഒരു വിധത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അപവാദ പ്രചരണങ്ങൾ കൊണ്ട് തകർക്കാം എന്ന് നിങ്ങൾ കരുതരുത്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനപൂർവം അവരിറക്കിയ പ്രകടന പത്രികയിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല, ഞങ്ങളെ 5 വർഷം അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ത് എന്നതിന്റെ വലതുഭാഗത്ത് എഴുതി വെച്ചിരുന്നു. അത് പൂർണ്ണമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി നടപ്പിലാക്കും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സമിതിക്ക് വേണ്ടി വലിയ ഭൂരിപക്ഷത്തോടെയാണ് നമ്മുടെ സഖാക്കൾ പലരും വിജയിച്ചത്. പലരോടും നമ്മൾ ചോദിച്ചു, നിങ്ങൾ എതിർ സ്ഥാനാർത്ഥികൾക്ക് ഒരോട്ടും കൊടുക്കാത്ത വിധത്തിൽ വോട്ട് പിടിക്കുകയാണോ? മാടക്കത്തറ പഞ്ചായത്തിന്റെ ഗ്രാമ വാർഡുകളിൽ, ബ്ലോക്ക് വാർഡുകളിൽ, ജില്ലാ പഞ്ചായത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നതോടൊപ്പം അവരെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ 1 മാസക്കാലമായി അഹോരാത്രം രാപ്പകലില്ലാത്ത വിധം
ആ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അവരെയാണ് ഏറ്റവും ഉജ്ജ്വലമായി അഭിവാദ്യം ചെയ്യേണ്ടത്. അവരെല്ലാം ഊഷ്മളമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു. സഖാക്കളെ, ഏറ്റവും ശക്തമായി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നാം മുന്നോട്ട് പോകും, നാം ജയിക്കും, നാം കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ നമ്മുടെ രാഷ്ട്രീയം മുന്നോട്ട് പോകും. സംസാരിച്ചു. മാടയ്ക്കെത്ര ചുവപ്പാണ്, മാടയ്ക്കെത്ര തറപറ്റിക്കാൻ ഒരു UDF-നും ഒരു BJP-ക്കും കഴിയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മാടയ്ക്കെത്ര മുഴുവൻ സീറ്റും നമ്മൾ നേടുന്ന അവസ്ഥയിൽ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കണക്കല്ല, ഇതിലും വലിയ കണക്കിൽ നമ്മൾ UDF-നെ തോൽപ്പിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. സഖാവ് പ്രസാദ് പറയേരി. ഇനിയൊരു ഇടവേള. Mediplas Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോട് കൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് Mediplas Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992.
പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി. തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ഫോൺ 7306743585. വാർത്തകൾ തുടരുന്നു. തെക്കുംകര പഞ്ചായത്തിൽ LDFന് തുടർഭരണം. വികസന മുന്നേറ്റങ്ങളും വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പീച്ചി വാഴാനി കോറിഡോർ, കുടിവെള്ള പദ്ധതികൾ, കാർഷിക മേഖലയിലെ ഉണർവ് ഇതെല്ലാം LDF ഭരണത്തിന് അനുകൂല ഘടകങ്ങളായി. LDF വിജയികൾ: കരുമത്ര VD ആന്റണി, കരുമത്ര വടക്കേക്കര സജിത മനോജ്, മണലിത്ര കിഴക്കേക്കര പ്രിയ സുനിൽ, മലാക്ക ശാന്ത ഉണ്ണികൃഷ്ണൻ, വീരോലിപ്പാടം EN ശശി, ഊരാക്കോട് ബിജു രവീന്ദ്രൻ, പറമ്പായി അജീഷ് ഫിലിപ്പ്, നായരങ്ങാടി VG ജയസൂര്യൻ, തെക്കുംകര MM ആമിന, പുന്നംപറമ്പ് രജനി ടീച്ചർ. UDF വിജയികൾ: വിരുപ്പാക്ക മായ സുനിൽ, വാഴാനി ശരത് കുമാർ, മണലിത്ര തോമസ് പുത്തൂർ, പഴയന്നൂപ്പാടം ഷിജു വെള്ളിയാട്ടിൽ, കുണ്ടുക്കാട് CV വിജയൻ, മേപ്പാടം സുനിമോൾ, പറങ്ങാട്ടുകര K ചന്ദ്രശേഖരൻ. NDA വിജയികൾ: കല്ലമ്പാറ ആതിര, പുന്നംപറമ്പ് സെന്റർ ഐശ്വര്യ ഉണ്ണി. നടത്തറ പഞ്ചായത്തിൽ ഭരണം നിലനിർത്തി LDF. ആകെ 20 വാർഡിൽ 11 സീറ്റ് LDFും 9 UDFും സ്വന്തമാക്കി. വാർഡ് 1 നടത്തറ ജോയ്സൺ ആച്ചാണ്ടി UDF, വാർഡ് 2 ശിങ്കാരിക്കുളം ഷേർലി മോഹൻ UDF, വാർഡ് 3 അയ്യപ്പൻകുന്ന് ശാലിനി സുനിൽ LDF, 4 തോക്കാട്ടുകര മോനിഷ പ്രതീഷ് LDF, 5 അയ്യപ്പൻകാവ് ഷീന പൊറ്റക്കാട്ട് LDF, 6 മുളയം സജിത ജനാർദ്ദനൻ LDF, 7 വാർഡിൽ കൂട്ടാല ബിന്നി വർഗീസ് LDF, വാർഡ് 8 അച്ഛൻകുന്ന് സൗമ്യ ബിജു UDF, വാർഡ് 9 പേരുംകുഴി സാബു വലിയ പറമ്പിൽ, വാർഡ് 10 വലക്കാവ് PK വിജേഷ് UDF, വാർഡ് 11 പീടികപ്പറമ്പ് അഖിൽ T LDF, വാർഡ് 12 മൂർക്കനിക്കര സുരേഷ് CV LDF, വാർഡ് 13 വീമ്പ കൃഷ്ണൻ VA UDF, 14 കൊഴുക്കുള്ളി GG ജോയ് LDF, 15 പോലൂക്കര സന്ധ്യ ശിവദാസൻ UDF, 16 പൂച്ചട്ടി PK അഭിലാഷ് LDF, വാർഡ് 17 ഇല്ലിക്കുളങ്ങര ഉഷ ഉണ്ണികൃഷ്ണൻ LDF, 18 ഇരവിമംഗലം ജിത്ത് ചാക്കോ UDF, 19 കുമരപുരം ഗിരിജ മധു പൊതുവാൾ UDF, വാർഡ് 20 മൈനർ റോഡ് ജോബി ജോസ് CL LDF എന്നിവരാണ് വിജയികൾ.
പുത്തൂർ പഞ്ചായത്ത് ഭരണം തിരികെ പിടിച്ച് കോൺഗ്രസ്. 24 വാർഡുകളിൽ 13 വാർഡ് കോൺഗ്രസ്, 10 എണ്ണം LDF, 1 എണ്ണം BJP നേടി. വാർഡ് 1 കൈനൂർ ജയഗോപി LDF, 2 തോണിപ്പാറ MM സേതുമാധവൻ, വാർഡ് 3 ചെറുകുന്ന് VR രമേശ്, 4 തമ്പുരാട്ടിമൂല രേഖ ചാക്കോ, വാർഡ് 5 വെട്ടുകാട് മനു പുഴയ്ക്കൽ UDF, മാന്നാമംഗലം റെജി പുറ്റാനിയിൽ, വെള്ളക്കാരത്തട മിനി റെജി, ചുള്ളിക്കാവ് CB അജി വാരപ്പെട്ടിയിൽ, മരോട്ടിച്ചാൽ പ്രിയങ്ക സനീഷ്, കള്ളായിക്കുന്ന് ജോസി ബേബി, ചെമ്പംകണ്ടം CK തിലകൻ, ചോച്ചേരിക്കുന്ന് KV സജു, മതിക്കുന്ന് ബബിത ജയൻ, 14 വാർഡിൽ പൊന്നൂക്കര അനഘ രതീഷ്, വാർഡ് 15 പുത്തൂർ ഈസ്റ്റ് ലിബി വർഗീസ്, വാർഡ് 16 പൊന്നൂക്കര വെസ്റ്റ് ധന്യ കിഷോർ, 17 വാർഡിൽ പുത്തൂർ ജിനി ഷലി LDF, 18 വാർഡിൽ കുഞ്ഞനമ്പാറ ആൽജോ ചാണ്ടി UDF, കനകശ്ശേരി ഡെൻസി ലെയ്സൺ കാട്ടുകാരൻ, മരത്താക്കര ഈസ്റ്റ് ഷെർലി ഫ്രാൻസിസ്, മരത്താക്കര വെസ്റ്റ് TV മാധവൻ, 22 വാർഡിൽ പെരുവാങ്കുളങ്ങര ഡെന്നി കണ്ടനാടൻ, ഇളംതുരുത്തി ബിന്ദു സേതുമാധവൻ, പുഴമ്പള്ളം NP സന്തോഷ് കുമാർ എന്നിങ്ങനെയാണ് വിജയിച്ചവർ. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണം ജനം തിരിച്ചറിഞ്ഞതിന്റെ തെളിവാണ് പുത്തൂരിൽ കാണാൻ കഴിഞ്ഞതെന്നും കോൺഗ്രസിനെ സഹായിച്ചവരെ ചേർത്ത് നിർത്തുമെന്ന് ജെയ്ജു സെബാസ്റ്റ്യൻ പറഞ്ഞു. പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ UDFന്റെ കോൺഗ്രസിന്റെ ഈ വിജയം കൂട്ടായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ കൂട്ടായിട്ടുള്ള നല്ല സ്ഥാനാർത്ഥികളെ നമുക്ക് നിർത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടുത്തെ മൃഗശാലയും അതുപോലെ തന്നെ ഇവിടെ നടത്തുന്ന മറ്റുള്ള രാജ്യൻ്റെ തള്ളലുകളുമാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് UDFന് ഈ പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിഞ്ഞത്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് ജൽപ്പനങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ഗുണകരമായി. പിന്നെ 10 വർഷക്കാലം വളരെ കെടുകാര്യസ്ഥമായിട്ടുള്ളൊരു ഭരണമായിരുന്നു പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിരുന്നത്. അതിന് LDFനുള്ളൊരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ പുത്തൂർ പഞ്ചായത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിനെ ഞങ്ങൾ ജനങ്ങളുടെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തോടും താല്പര്യത്തോടും കൂടി ഞങ്ങൾ പുത്തൂരിലെ ജനങ്ങളെ കാണുകയാണ്. പുത്തൂർ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് UDF അംഗങ്ങളായി വിജയിച്ചു കയറിയത് ദമ്പതികൾ. പുത്തൂർ പഞ്ചായത്തിന്റെ 2ാം വാർഡ് തോണിപ്പാറയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച UDF സ്ഥാനാർത്ഥി സേതുമാധവൻ, 23ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച UDF സ്ഥാനാർത്ഥി ബിന്ദു സേതുമാധവനും ദമ്പതികളായി ഭരണസമിതിയിലെത്തി. കഴിഞ്ഞ വർഷത്തിൽ ബിന്ദു സേതുമാധവൻ പഞ്ചായത്ത് അംഗമായിരുന്നു. സേതുമാധവന് ഇത് കന്നിയംഗമാണ്. 300-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം. 100-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഭാര്യ ബിന്ദു വിജയക്കൊടി പാറിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പാർട്ടി അണികളെ പോലെ തന്നെ കുടുംബാംഗങ്ങളും സന്തോഷത്തിലാണ്. പാണഞ്ചേരി പഞ്ചായത്ത് ഇനി UDF ഭരിക്കും. പാണഞ്ചേരി പഞ്ചായത്ത് UDF ഭരണം പിടിച്ചെടുത്തു. 13 സീറ്റുകൾ നേടി ഭരണത്തിൽ എത്തി. 10 വർഷമായി പഞ്ചായത്ത് ഭരിച്ച LDF 10 സീറ്റ് മാത്രമാണ് നേടിയത്. LDFന്റെ ചുവപ്പുകോട്ട എന്നറിയപ്പെടുന്ന വാർഡുകളിൽ LDFന് അടിപതറി. പട്ടിക്കാട് വാർഡിലാണ് കോൺഗ്രസിന്റെ അജു തോമസ് വലിയ വിജയം നേടിയത്. മുൻ പഞ്ചായത്ത് അംഗവും CPIM നേതാവുമായ PJ അജിയെ തോൽപ്പിച്ചു. മറ്റൊരു LDF കോട്ടയായ തെക്കുംപാടത്തും LDFന് അടിപതറി. NDA സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ച കൃഷ്ണേന്ദു പ്രശാന്ത് വിജയിച്ചു. കക്ഷിനില UDF 13, LDF 10, NDA സ്വതന്ത്ര 1 എന്നിങ്ങനെയാണ്. വാർഡ് 1 സന്ധ്യ ടീച്ചർ, 2 സാവിത്രി സദാനന്ദൻ, 3 അജു തോമസ്, വാർഡ് 4 മിനു ടീച്ചർ, വാർഡ് 5 അനൂപ് കീരംകുന്നത്ത്, വാർഡ് 6 ഡീനമോൾ, വാർഡ് 7 സനിൽ വാണിയമ്പാറ, 8 KP ചാക്കോച്ചൻ, 9 സോഫി, വാർഡ് 10 കൃഷ്ണേന്ദു പ്രശാന്ത്, വാർഡ് 11 കൃപ, വാർഡ് 12 സ്വപ്ന രാധാകൃഷ്ണൻ, 13 സീന, 14-ാം വാർഡിൽ സന്ധ്യ ഷാജി, വാർഡ് 15 വിനോദ്, വാർഡ് 16 ആര്യ ശരത്ത്, 17 KK സുബ്രഹ്മണ്യൻ, 18 ജോജോ കണ്ണാറ, 19 KV അനിത, 20 ജോളി ജോർജ്, വാർഡ് 21 ഫ്രാൻസിന ഷാജു, 22 ജോസ് ഫ്യൂബർട്ട്, 23 ജിജി മാധവൻ, വാർഡ് 24-ൽ ശിവ പ്രശോഭും വിജയിച്ചു. എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വാണിയമ്പാറയിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അതോടൊപ്പം തന്നെ വോട്ട് ചെയ്ത ജനങ്ങളോടും ഞാൻ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ്. എന്നും അവരുടെ കൂടെ ഞാനുണ്ടാവുമെന്ന് കൂടെ ഉണ്ടാകും. എടുക്കണം
പീച്ചി ഡിവിഷനിൽ ജയിച്ച LDF സ്ഥാനാർത്ഥി ഏവർക്കും നന്ദി രേഖപ്പെടുത്തി. ജീവിതത്തിൽ പോരാട്ടങ്ങൾ പരുപരുത്തതും രൂക്ഷവുമായിരിക്കും. ജില്ലാ പഞ്ചായത്ത് പീച്ചി ഡിവിഷനിലേക്കുള്ള മത്സരം അതായിരുന്നുവെന്നും 57 വോട്ടിന്റെ വിജയം തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലെ വലിയ വിജയമായി കാണാനാണ് ഇഷ്ടമെന്നും അദ്ദേഹം അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവിയും കൂടെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിയമവിരുദ്ധമായി സൂക്ഷിച്ച 60 കിലോ ചന്ദനത്തടികൾ മാന്നാമംഗലം വനവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. ഒരാൾ കസ്റ്റഡിയിൽ. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വെട്ടുക്കാട് പുത്തൻകാട് സ്വദേശി കരിപ്പശ്ശേരി രാഘവന്റെ വീട്ടിൽ നിന്നാണ് 60 കിലോ ചന്ദനത്തടികൾ മാന്നാമംഗലം വനംവകുപ്പ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും സംഘവും പിടികൂടിയത്. രാഘവനെ കസ്റ്റഡിയിലെടുത്തു. ചന്ദനത്തടികൾ വിൽപ്പന നടത്താനായി തൊലിച്ചെത്തി ഒരുക്കിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. മാന്നാമംഗലം ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ M ഷാജഹാൻ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാർ, രാജേഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ TU രാജ്കുമാർ, ദീപു, ഷിജു, രാഹുൽ, ബിജേഷ്, അനിൽകുമാർ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മിന്നുന്ന വിജയം. കോർപ്പറേഷൻ ഭരണവും പുത്തൂർ പാണഞ്ചേരി പഞ്ചായത്തുകളും തിരിച്ചുപിടിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം LDF നിലനിർത്തി. ആകെ 14 സീറ്റിൽ 9 എണ്ണം നേടി UDFന് 5 സീറ്റ്. ജില്ലാ പഞ്ചായത്തിലേക്ക് പീച്ചി ഡിവിഷനിൽ നിന്ന് PS വിനയനും വാഴാനി ഡിവിഷനിൽ നിന്ന് മേരി തോമസും പുത്തൂർ ഡിവിഷനിൽ നിന്ന് EA ഓമനയും വിജയിച്ചു. മാടക്കത്ര പഞ്ചായത്ത് LDF ഭരണം നിലനിർത്തി. തെക്കുംകര പഞ്ചായത്തും LDF ഭരണം നിലനിർത്തി. നടത്തറ പഞ്ചായത്തും LDF നിലനിർത്തി. പുത്തൂർ പാണഞ്ചേരി കോൺഗ്രസ് പിടിച്ചെടുത്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.